നമുക്കൊരു PR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നമുക്ക് ഡൽഹിയിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്, മുഖ്യമന്ത്രിക്ക് ഉപദേഷ്ടാക്കളുണ്ട്, മുഖ്യമന്ത്രിക്ക് ഒരു പ്രസ് സെക്രട്ടറി ഉണ്ട്. മുഖ്യമന്ത്രി ഹിന്ദുവിന് അഭിമുഖം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഓടി വരില്ലേ ഹിന്ദുവിൻ്റെ റിപ്പോർട്ടറോ ഹിന്ദുവിൻ്റെ പ്രധാനപ്പെട്ട എഡിറ്റർ ഓടി വരില്ലേ കേരളത്തിന് മുഖ്യമന്ത്രി ചോദിച്ചാൽ? അപ്പോൾ എന്തിനാണ് ഈ പറയുന്ന കേസൺ എന്ന് പറയുന്ന ഒരു PR ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്താനായി ഹിന്ദുവിനെ സമീപിക്കുന്നതും തരപ്പെടുത്തി കൊടുക്കുന്നതും? അതിന്റെ ആവശ്യം എന്താണ് ശ്രീ അനിൽകുമാർ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏതെങ്കിലും ഒരു PR ഏജൻസിക്ക് അഭിമുഖം കൊടുക്കാൻ അനുവദിക്കുകയോ അവർ വാങ്ങുകയോ ചെയ്തിട്ടില്ല. ശരി. ഹിന്ദു ദിനപത്രത്തിന്റെ ആളുകൾ എന്ന നിലയ്ക്ക് ഒരു അഭിമുഖം വേണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ടു. മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ ഡൽഹിയിൽ കേരള ഹൗസിൽ അത് കൂടിക്കാഴ്ചയ്ക്ക് സൗകര്യമുണ്ട്, അരമണിക്കൂർ അതിനെ അനുവദിക്കാമെന്ന് പറഞ്ഞു. അരമണിക്കൂർ അനുവദിച്ചു. ആ അഭിമുഖം എടുത്തത് ഹിന്ദു പത്രത്തിൻ്റെ ലേഖകരാണ് എന്ന് ഹിന്ദു പത്രം ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ ലഭ്യമാണ്. മറിച്ചൊരു കാര്യം ഹിന്ദു പത്രത്തിന് പറയാൻ ആവാത്തത് കൊണ്ടാണ് അവർ നമ്മുടെ മലയാള പത്രങ്ങളോ മലയാള മാധ്യമങ്ങളോ സ്വീകരിക്കാത്ത നിലയിൽ ആർജവത്തോടെ ഞങ്ങളുടെ നടപടി മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത കാര്യമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞിരിക്കുന്നത്. ആ മാപ്പ് മുഖ്യമന്ത്രിയോട് മാത്രമല്ല കേരളത്തോടു കൂടിയാണ്, എല്ലാവരോടും കൂടിയാണ്. അപ്പോൾ ഒന്ന്, മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്നുള്ളത് റെക്കോർഡാണ്. ആ റെക്കോർഡ് ഹിന്ദു പത്രത്തിൻ്റെ കയ്യിലുണ്ട്. ഒരു PR ഏജൻസിക്കും മുഖ്യമന്ത്രി അഭിമുഖം കൊടുത്തിട്ടില്ല. അല്ല ശ്രീ അനിൽകുമാർ, ഇപ്പൊ താങ്കൾ ഹിന്ദു പറയുന്നതിന് വിശ്വസിക്കുകയാണ്. ഇപ്പൊ ഹിന്ദു പറയുന്ന ആ മാധ്യമ ധാർമ്മികത താങ്കൾ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് വിസ്തീർണം താങ്കൾ വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ വായിച്ചോട്ടെ. താങ്കൾ വിസ്തീർണം വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ വായിച്ചോട്ടെ. ഹിന്ദു പറഞ്ഞ വിസ്തീർണം ഇങ്ങനെയാണ്. പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കറിയാമല്ലോ, നിങ്ങളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയട്ടെ, എന്റെ അഭിപ്രായം പറയട്ടെ സാർ. അത് കഴിഞ്ഞ് നിങ്ങൾ പറയൂ. 2, ഹിന്ദു പത്രത്തിന്റെ വിസ്തീർണം എന്താണ്? അങ്ങനെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അഭിമുഖം തന്നപ്പോൾ അതിലില്ലാത്ത ഒരു ചോദ്യവും ഉത്തരവും അതിൽ ഉൾച്ചേർക്കണമെന്ന് PR ഏജൻസി എഴുതി തന്നു. അത് തിരുവനന്തപുരത്ത് നടത്തിയ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് എന്നാണ് അവർ പറഞ്ഞത്. ക്രോസ് ചെക്ക് ചെയ്യാതെ ഞങ്ങൾ അത് ഉൾപ്പെടുത്തി. അത് ഞങ്ങളുടെ മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത കാര്യമാണ് എന്ന് ഏറ്റു പറയുന്നു. ഇതാണ് അവരുടെ വിശദീകരണമായി ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയല്ല സാർ, ഞാൻ വായിക്കാം. എന്ന് പറഞ്ഞാൽ PR ഏജൻസി കേസൺ അപ്രോച്ച് താങ്കൾ മനസ്സിലാക്കിയതിലെ പിഴവാണ്. ഞാൻ വായിക്കാം. PR ഏജൻസി കേസൺ അപ്രോച്ച്ഡ് ദ ഹിന്ദു ഓഫറിംഗ് ആൻ ഇന്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. സാർ ഒന്ന് കേൾക്കൂ സാർ, പ്ലീസ് ഒന്ന് കേൾക്കൂ. PR ഏജൻസി കേസൺ അപ്രോച്ച്ഡ് ദ ഹിന്ദു ഓഫറിംഗ് ആൻ ഇന്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. അതിന്റെ മലയാളം, കേസൺ എന്ന് പറഞ്ഞ PR ഏജൻസി ഹിന്ദുവിനെ അപ്രോച്ച് ചെയ്തു. എന്താണ് അവരുടെ ഓഫർ? എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇന്റർവ്യൂ. അവർ ജേർണലിസ്റ്റ് ഇന്റർവ്യൂഡ് ദ CM അറ്റ് കേരള ഹൗസ് at 9 AM on September 29, where 2 representatives of the PR agency were also present along with the same. എന്ന് പറഞ്ഞാൽ ഹിന്ദുവിനെ പിണറായി വിജയന്റെ അഭിമുഖം തരാം എന്ന് പറഞ്ഞ് സമീപിച്ച ഈ PR ഏജൻസിയോട് 2 പേർ അഭിമുഖ സമയത്ത് മുഖ്യമന്ത്രിക്ക് അവിടെ ഇരിക്കുന്നു. ദ ഇന്റർവ്യൂ ലാസ്റ്റഡ് ഫോർ അറൌണ്ട് 30 minutes, അരമണിക്കൂർ നീണ്ടു. Subsequently, one of the PR representatives requested for the inclusion of details regarding gold smuggling and hawala transactions, which he said were originally made at a press conference by the CM. അതിലൊരാൾ എന്ന് പറഞ്ഞാൽ ഈ കൂടെ ഇന്ന് 2 പേരിൽ ഒരാൾ. അതിനുശേഷം the representative provide in writing the request for inclusion in CM's response, the lines that are now disowned by the CM's press secretary. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അഭിമുഖ സമയത്ത് കൂടെ ഇരുന്ന ഒരാൾ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത്, ഹവാല, ആന്റി നാഷണൽ, സംസ്ഥാന വിരുദ്ധ തുടങ്ങിയ തോന്നിവാസം ഉൾപ്പെടുത്തണം എന്ന് രേഖാമൂലം ഹിന്ദുവിനെ അറിയിച്ചു. അപ്പോൾ എങ്ങനെയാണ് സർ കേസൺ എന്ന് പറയുന്ന PR ഏജൻസി അങ്ങോ CPM ഓ മുഖ്യമന്ത്രിയോ PM മനോജോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അറിയാതെ ഞങ്ങൾ CM-ന് ഇന്റർവ്യൂ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് ഹിന്ദുവിനെ സമീപിക്കുന്നത് എങ്ങനെയാണ്? കേസെടുക്കണ്ടേ അവർക്കെതിരെ? അല്ല, ദയവായി ഒന്ന് കേൾക്കൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു PR ഏജൻസിയെയും ഒരു കാര്യത്തിനും ചുമതലപ്പെടുത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ച് ഇന്റർവ്യൂവിന് നിർദ്ദേശം വന്നപ്പോൾ ആ ഇന്റർവ്യൂവിന് തയ്യാറാണെന്ന് പറയുകയും ഹിന്ദുവിൻ്റെ മാധ്യമപ്രവർത്തകർ പറയുകയും അവരോട് നേരിട്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി സംസാരിക്കാത്ത കാര്യമാണ് ഹിന്ദുവിൽ അച്ചടിച്ച് വന്നത് എന്ന് ഹിന്ദു വിശദീകരിച്ചതോടുകൂടി മുഖ്യമന്ത്രി മലപ്പുറത്തെക്കുറിച്ചോ മലപ്പുറം ജില്ലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യമോ ഹിന്ദുവിനോട് പറഞ്ഞിട്ടില്ല എന്ന കാര്യം വ്യക്തമായി. അല്ല, കേസെടുക്കണോ മുഖ്യമന്ത്രി? എങ്ങനെ ഹിന്ദുവിൽ അച്ചടിച്ചു വന്നു?
അത് കേസൻ പറഞ്ഞു. അത് അടുത്ത കാര്യം. നമ്മൾ ഇന്ന് രാത്രി ക്ലിയർ ചെയ്യേണ്ട ഒരു പോയിന്റ് ക്ലിയർ ചെയ്യട്ടെ ആദ്യം. ഇല്ല ക്ലിയർ ആവില്ല. കേസിനെതിരെ അൽകുമാറോ CMO CMന്റെ ഓഫീസോ പറയാത്തിടത്തോളം കാലം, കേസിനെ തള്ളി പറയാത്തിടത്തോളം കാലം ക്ലിയർ ആവില്ല. ഞാൻ എന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയട്ടെ. നിങ്ങൾ ഒരു അരമണിക്കൂർ നേരം ഇവിടെ ഞങ്ങളെ ഇങ്ങനെ CPM ഇങ്ങനെ പഴയ കഥ കൂട്ടി ഇങ്ങനെ ചാമ്പുന്നുണ്ടല്ലോ. ആ ചാമ്പുമ്പോൾ ഇതിന് മറുപടി പറയാനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എസ് ഓർ നോ ചോദ്യത്തിനല്ലോ മറുപടി. അങ്ങനെ മറുപടി പറയുമ്പോൾ ഇന്ന് രാത്രിയിൽ വ്യക്തമാക്കാനുള്ളൊരു കാര്യം, മലപ്പുറം ജില്ലയെ പരാമർശിച്ചോ ആ ജില്ലയിലെ ഏതെങ്കിലും കാര്യം സംബന്ധിച്ചോ ഹിന്ദു ദിനപത്രത്തോട് മുഖ്യമന്ത്രി സംസാരിച്ചില്ല എന്ന കാര്യത്തിൽ ഇന്ന് എല്ലാവർക്കും വ്യക്തതയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്തോ തെറ്റായ കാര്യം പറഞ്ഞു ആ ജില്ലയ്ക്കെതിരെ, സമുദായത്തിനെതിരെ എന്ന മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ ജമായത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ അൻവറിൻ്റെ മറ്റാളുകളുടെ ആഖ്യാനങ്ങളൊക്കെ പൊളിഞ്ഞ് പാളീസായി. അതൊരു കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? തിരുവനന്തപുരത്ത് നടന്ന ആ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി എന്തോ പറഞ്ഞത്, ആ പറഞ്ഞ റെക്കോർഡാണ്. അതിൽ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന അവിടുന്ന് പിടിക്കപ്പെട്ട ഹവാല പണത്തിൻ്റെ കാര്യം പറഞ്ഞു, അവിടുത്തെ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം പറഞ്ഞു. അത് അൻവറിനോടൊരു മറുപടിയാണ്. എന്താണ് ആ മറുപടിക്ക് കാരണം? കേരളത്തിലെ പോലീസ് എന്തിനാണ് സ്വർണ്ണക്കടത്ത് പിടിക്കുന്നത്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ എന്തിനാണ് പിടിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു വന്നു. പോലീസ് സ്വർണ്ണക്കടത്ത് പിടിക്കുമ്പോൾ തെറ്റായി ഇടപെടുന്നുവെന്നാണ് അൻവറിൻ്റെ വാദം. അതിന് മറുപടി പറയുമ്പോൾ എന്താണ്? ഓരോ ജില്ലയിലും സ്വർണ്ണം പിടിക്കുന്നതിൻ്റെ അളവുണ്ട്, ജില്ലാടിസ്ഥാനത്തിലാണ് കണക്കെടുക്കുന്നത്. അങ്ങനെ കണക്കെടുത്തപ്പോൾ മലപ്പുറത്ത് കരൂർ വിമാനത്താവളം ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. മുഖ്യമന്ത്രി അങ്ങനെ വെസ്റ്റിരിക്കും, രാമനാട്ടുകരയ്ക്ക് ഇപ്പറേ അല്ല കൊണ്ടോട്ടി ഇപ്പറ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ആ ജില്ലയിലെ കണക്ക് പറഞ്ഞു, അതിൽ ഇത്ര കിലോ ഉണ്ട്, ഇത്ര ഇത് വെളിപ്പെടുത്തിയത് ഉദ്ദേശിച്ച് പറഞ്ഞ കാര്യമല്ല. ഒന്ന് പറയണം, എന്റെ ചോദ്യം ഈ പറയുന്ന നാടിനെ കുട്ടിച്ചോറാക്കാൻ മാത്രം, നാടിനെ കുട്ടിച്ചോറാക്കാൻ മാത്രം വിഷം കലർത്തി കൊടുക്കുന്ന, കാളകൂട വിഷം കലർത്തുന്ന കേസൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ തരമാക്കി തരാം എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഹിന്ദുവിനെ സമീപിച്ചത്? എങ്ങനെയാണ് ഈ പറഞ്ഞ വിഷം കലർത്താൻ കെൽപ്പുള്ള കൂട്ടർ മുഖ്യമന്ത്രിക്കൊപ്പം അഭിമുഖത്തിൽ അവിടെ ഇരുന്നത് മുഖ്യമന്ത്രിക്ക് അറിയാത്തവരാണോ? എങ്ങനെയാണ് ഈ പറയുന്ന പരമതോന്നിവാസം മുഖ്യമന്ത്രിയുടേതായ പേരിൽ അങ്ങോട്ട് ഹിന്ദുവിന് രേഖാമൂലം എഴുതി കൊടുത്തത്? രേഖാമൂലം എന്നാണ് ഹിന്ദു പറയുന്നത്. അപ്പോൾ അവരുടെ തെളിവുണ്ടാകുമല്ലോ. കേസിനെതിരെ കേസെടുക്കണോ ശ്യാൽകുമാർ? ഇത് കടിക്കോ? ബിസ്ക്കറ്റ് ഇട്ടോണ്ടിരുന്ന കടിക്കൂല, ഓടാൻ വല്ല ഉദ്ദേശം കടിച്ച് കീറും. അപ്പൊ ആദ്യം ഇപ്പൊ ഇവിടെ വ്യക്തത വന്നു. രണ്ടാമത്തെ കാര്യം, കേസൻ വ്യക്തമാക്കിയതായിട്ട് ഈ ചർച്ചയിൽ ഞാനിപ്പോ നിങ്ങൾ തന്നെ പറഞ്ഞു കേട്ടത് അവരൊന്നും എഴുതി കൊടുത്തിട്ടില്ല. കേസിനെതിരെ കേസെടുക്കണോ സാർ? ഹിന്ദു പറഞ്ഞത് സത്യമാണെങ്കിൽ കേസിനെതിരെ കേസെടുക്കണോ സാർ? അല്ല, ഞാൻ അൽകുമാർ, ഹിന്ദു പറയുന്നത് സത്യമാണെങ്കിൽ കേസിനെതിരെ കേസെടുക്കണോ? എടുക്കണമെന്ന് വാക്ക് പറയാൻ എന്താ അൽകുമാർ നാവ് പൊന്താത്ത? എന്താണ് കൂടുതൽ വിളച്ചിൽ വേണ്ട? ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നു, ഒരു വാക്ക് കേൾക്കൂ. കേസൻ എന്ന് പറയുന്ന കൂട്ടർ എഴുതി കൊടുത്തിട്ടില്ല എന്നാണ് അവരുടെ വിശദീകരണം. അപ്പൊ ഇനി ഹിന്ദുവാണ് പ്രതികരിക്കേണ്ടത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? കേസൻ എന്ന് പറയുന്ന കൂട്ടരെ എഴുതി കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എഴുതി കിട്ടിയ ആളുകൾ കിട്ടിയും തെളിയിക്കണം. ഉരുളല്ലേ അൽകുമാർ, ഉരുളല്ലേ പ്ലീസ്, ഉരുളല്ലേ. എന്റെ ചോദ്യം എന്താണ്? ഹിന്ദു പറയുന്ന കാര്യം സത്യമാണെങ്കിൽ കേസിനെതിരെ കേസെടുക്കുന്ന ചോദ്യം. താങ്കൾ കേസിന്റെ വക്താവല്ലേ ശരൺകുമാർ? താങ്കൾ കേസിന്റെ വക്താവ്, അങ്ങ് CPMന്റെ വക്താവാണ്. നാടിനെ കുട്ടിച്ചോറാക്കാൻ വർഗീയ വിഷം കലർത്തിയ ഈ പറയുന്ന PR ടീമിനെതിരെ കേസെടുക്കണോ? നിങ്ങളെപ്പോലെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും മറിഞ്ഞും ഓരോ സന്ദർഭത്തിലും അവസരവാദം കളിക്കുന്ന ആളുകൾ ഏതെങ്കിലും ചോദ്യം ചോദിച്ചാലുണ്ട് ഉരുളുന്ന ആളുകളല്ല ഞങ്ങളാരും. അങ്ങനെ ഒരു ദിവസത്തേക്ക് ഉരുണ്ടുപോകുന്ന രാഷ്ട്രീയക്കാരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ നിർഭയത്വവും ധീരതയും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അത്രയും ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇനി വ്യക്തതയോടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഹിന്ദു ദിനപത്രം ഇന്ന് മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചു. അവർ പറയുന്നത് രേഖാമൂലം അവരുടെ കയ്യിലുണ്ട് എന്നാണ്. ആ വസ്തുതകൾ പരിശോധിക്കണമല്ലോ. ആ വസ്തുതകൾ ആ മാധ്യമം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധന വരുമല്ലോ. ആ പരിശോധന നടക്കുക തന്നെ ചെയ്യും. കാരണം ഇക്കാര്യത്തിൽ വ്യക്തത കുറവില്ല. ഹിന്ദു എന്ന് പറയുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമാണ് താങ്കൾ പറയണ്ട. താങ്കൾ ഇപ്പോൾ ഹിന്ദു എന്ന് പറയുന്ന നശീകരണ മാധ്യമ പ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയണ്ട, താങ്കളും പറയണ്ട. ഓൺ ബിഹാഫ് ഓഫ് മുഖ്യമന്ത്രി ഹിന്ദുവിനെ തെറ്റിദ്ധരിപ്പിച്ച ഈ പറയുന്ന കേസൻ എന്ന് പറയുന്ന ഇപ്പൊ ഹിന്ദുവിന്റെ വിസ്തീർണമാണല്ലോ അങ്ങ് മുഖവിലക്കെടുക്കുന്നത്, മറ്റു മാധ്യമങ്ങൾക്ക് ഇല്ലാത്ത മാന്യത അവർ കാണിച്ചു എന്ന് പറയുന്നത്. അത് താങ്കൾ മുഖവിലക്കെടുക്കുകയാണല്ലോ. ആ മുഖവിലക്കെടുക്കുന്നതിൽ പറയുന്നത് കേസൻ എന്ന് പറയുന്ന ഏജൻസി 2 പേർ മുഖ്യമന്ത്രിക്കൊപ്പം ആ അഭിമുഖ സമയത്ത് കൂടെ ഉണ്ടായിരുന്നുവെന്നും അവരാണ് സമീപിച്ചതെന്നും അവർ രേഖാമൂലം കൊടുത്തുവെന്നുമാണ് പറയുന്നത്. അത് സത്യമാണെങ്കിൽ കേസിനെതിരെ കേസെടുക്കണോ ശ്യാൽകുമാർ? കൃത്യമായിട്ടാണ് ഉത്തരം.
കേസൺ എന്ന് പറയുന്ന ഒരു കൂട്ടര് അങ്ങനെ ഒരു കാര്യം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എഴുതി കൊടുത്തത് ഒരു രേഖയായിട്ടുണ്ടാകണമല്ലോ. നിങ്ങളൊരു കേസെടുക്കണ രേഖ വേണ്ടേ? ആ രേഖ ഹിന്ദു പുറത്തുവിടട്ടെ. ആ പുറത്തുവിടുമ്പോൾ അക്കാര്യങ്ങളിൽ അന്വേഷണം വരുമല്ലോ. ഇത് ആർക്കാ ഇതിൻ്റെ അകത്ത് അന്വേഷണം നടക്കണ്ടെന്നാണ് പറയുന്നത്. ഒരു കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. 2 തെറ്റായൊരു സമീപനമുണ്ടായി. ആ സമീപനം ഉണ്ടായത് ഹിന്ദുവിൻ്റെ പക്കലാണോ കേസന്റെ പക്കലാണോ പരിശോധിക്കപ്പെടും. ഒരു കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഇൻട്രോയിൽ CPIM-നെ ആക്രമിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയൊരു അവതരണമുണ്ട്. ആ അവതരണത്തിന് ഞങ്ങളുടെ മറുപടി എന്താണ്? ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. എന്താ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്? നിങ്ങൾ പറഞ്ഞപ്പോൾ 2004 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആകെ ഡൽഹിയിലേക്ക് പോയിട്ട് ഒരു UPA സർക്കാരിന്റെ പിന്തുണ കൊടുത്ത് പറഞ്ഞില്ല. ഞങ്ങളുടെ പിന്തുണയിൽ മന്ത്രിയായിട്ട് അവിടെ ഇരുന്നത് നിങ്ങൾ പറഞ്ഞില്ല. പിന്നെ ഈ ചർച്ചയിൽ കള്ളം പറഞ്ഞല്ലോ. ഈ ചർച്ചയിൽ കള്ളം പറഞ്ഞു. ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട PK ഫിറോസ് പറഞ്ഞു. കള്ളം എന്താണ്? ദേശാഭിമാനി ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണച്ച ഒരു മുഖപ്രസംഗം എഴുതി എന്ന് പറയുന്നു. പച്ച കള്ളം. അങ്ങനെ ഒരു മുഖപ്രസംഗം ദേശാഭിമാനി എഴുതിയിട്ടില്ല. അത് ശരിയാ. ഞങ്ങൾ പറയുന്നത് അമീറുമായുള്ള ചർച്ച നടത്തിയത് കുഞ്ഞാലിക്കുട്ടിയല്ലേ? അമീറുമായുള്ള ചർച്ച നടത്തിയത് ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ അല്ലേ? നിങ്ങൾ പരിശോധിക്കുക. ഒരല്പം മട്ടുണ്ടല്ലേ? നിങ്ങൾക്ക് ഞങ്ങളെ എന്തു പറയാം? അല്ലല്ല ഞങ്ങളെ എന്തു പറയാം? എങ്ങനെ ആക്രമിക്കാം? ഇല്ല എന്തും പറയാന്നല്ല. ഞാൻ പറഞ്ഞ ഉത്തമ ബോധ്യം എനിക്കുണ്ട്. തെളിവെന്റെ മക്കളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇല്ല ശരത്കുമാർ, ഞാൻ പറഞ്ഞതിൽ എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ്. അത് തെളിവില്ലാത്ത ഒറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ തരാം സർ, തെളിവൊക്കെ ഞാൻ തരാം. നമ്മൾ ആദ്യം PR ഏജൻസി ഒന്ന് തീരുമാനമാക്കട്ടെ. തീരുമാനമാക്കട്ടെ സാർ. നിങ്ങൾ തെളിവില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് പറയണത്. എന്താണ് ജമാഅത്തുമായി ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ടോ? അല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് അല്ല ചോദിച്ചോട്ടെ, ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് CPM ഒരു കാലത്ത് ഒരു ബന്ധം ഉണ്ടായിട്ടില്ലേ? അൽകുമാർ, ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് CPM-മായി ഒരു കാലത്തും ഒരു ബന്ധവും ഉണ്ടായിട്ടില്ലേ? ഒരു കാലത്ത് ബന്ധം ഉണ്ടായിട്ടില്ലേ? വോട്ട് വാങ്ങിയിട്ടില്ലേ? വോട്ട് വാങ്ങിയിട്ടില്ലേ? ഞങ്ങൾക്ക് ബന്ധമില്ല. വോട്ട് വാങ്ങിയിട്ടുണ്ടോ? വോട്ട് വാങ്ങിയിട്ടുണ്ടോ? വോട്ട് വാങ്ങിയിട്ടുണ്ടോ? വോട്ട് വാങ്ങിയിട്ടുണ്ടോ അൽകുമാർ? ബന്ധമില്ല. വോട്ട് വാങ്ങിയിട്ടുണ്ടോ അൽകുമാർ? ബന്ധമില്ലെന്ന് പാലോളി മുഹമ്മദ് കൂടെ ഒന്ന് കേൾക്കും. ബന്ധം ഉണ്ടായിരുന്നു. ബന്ധം ഉണ്ടായിരുന്നു. പാലോളി പറഞ്ഞ് കേൾപ്പിക്കും. അതെന്താ ജമാഅത്തിനെ ഞങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടോ ജമാഅത്ത് മനസ്സിലാക്കാത്തത് കൊണ്ടോ പറ്റിയ അബദ്ധമല്ല അത്. ആ കാലഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും രണ്ടു കൂട്ടർക്കും ശത്രുവായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അതിനെ നേരിടാനുള്ള താല്പര്യം അവർക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്. അതാണ് അതിൻ്റെ യോജിപ്പ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് യോജിച്ചിട്ടുള്ള ഘട്ടം ഉണ്ടായിരുന്നു. എന്താ ഉറക്കം വരുന്നു? അതെന്താ ജമാഅത്തിനെ ഞങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടോ ജമാഅത്ത് മനസ്സിലാക്കാത്തത് കൊണ്ടോ പറ്റിയ അബദ്ധമല്ല അത്. ആ കാലഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും രണ്ടു കൂട്ടർക്കും ശത്രുവായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അതിനെ നേരിടാനുള്ള താല്പര്യം അവർക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്. അതാണ് അതിൻ്റെ യോജിപ്പ്. ശരി, ഞാൻ ഫിറോസിലേക്കാണ്. ശരത്കുമാർ, പാലോളി മുഹമ്മദ് പറയുന്നത് ജമാഅത്തുമായി യോജിച്ചൊരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിന് കാരണം എന്താണ്? അവർക്കും യോജിക്കാവുന്ന ഞങ്ങൾക്കും യോജിക്കാവുന്ന ഒരു കാര്യത്തെ കുറിച്ചാ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചാണ്. പഞ്ചായത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്, രാഷ്ട്രീയ ബന്ധമല്ല. എന്നിട്ട് സാറേ, എന്ത് ബന്ധമാണെങ്കിലും പാലോളി പറയുകയാണ്, നിങ്ങളുടെ നേതാവ് പറയുകയാണ്, നിങ്ങൾ ഈ പറയുന്ന മതരാഷ്ട്രവാദികളുമായി, ഈ പറയുന്ന കൊടും തീവ്രവാദികളുമായി നിങ്ങൾക്ക് യോജിപ്പുള്ള മേഖല ഉണ്ടായെന്ന് പറഞ്ഞ പാലോളി മുഹമ്മദ് കുട്ടിയാ. LDF-ന്റെ രാഷ്ട്രീയ ബന്ധമല്ല. നിങ്ങൾ ഏത് ലോകത്ത് ഞാൻ പറയുന്നത് പാലോളി കാണിച്ചു, ഞാൻ കേൾപ്പിച്ചത് പാലോളിയാ. സഭാ TV പാലോളി ഇന്റർവ്യൂ രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമായി ഉണ്ടായിട്ടില്ല. ശരത്കുമാർ, ഞാൻ കേൾപ്പിച്ചത് പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഇന്റർവ്യൂ സഭാ TV. മലപ്പുറത്ത് ഏതോ പഞ്ചായത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ അവിടുത്തെ മറുപടിയാ. ഒന്നും അല്ലെന്നേ ഞാൻ പറഞ്ഞത് സഭാ TV-യിൽ പാലോളി പറയുന്നു, സർ ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾ യോജിച്ച കാലമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ യോജിച്ച കാലമുണ്ട്. കാരണം എന്താണ്? അവർക്കും യോജിക്കാവുന്ന ഞങ്ങൾക്കും യോജിക്കാവുന്ന രാഷ്ട്രീയ ഭൂമിയിൽ ഞങ്ങൾ യോജിച്ചു എന്ന് പറയുന്നത് പാലോളിയാ.